ഈ വർഷത്തെ ആദ്യത്തെ ചലഞ്ച് അനൗൺസ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഡാറ്റ സ്ട്രക്ചർ ചലഞ്ച്. പണ്ട് മുതലേ പല ഫീൽഡിൽ നിന്ന് നമ്മുടെ ചാനലിൽ വന്ന് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ വലിയ അൽഗോരിതംസ്, വലിയ പ്രോഗ്രാംസ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യും. അപ്പോൾ അത് സോൾവ് ചെയ്യണമെങ്കിൽ ഡാറ്റ സ്ട്രക്ചർ, അതായത് എങ്ങനെയാണ് ഡാറ്റേനെ അറേഞ്ച് ചെയ്യുന്നത്, ഡാറ്റനെ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക, എങ്ങനെ പ്രോഗ്രാം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ സീരീസാണ്. അപ്പോൾ ഇത് സാധാരണ ഈ ബിടെക് അല്ലെ BCA ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് കേട്ടാൽ മനസ്സിലാവും പെട്ടെന്ന്. ആ ഒരു ടോപ്പിക്ക് ഓൾറെഡി ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ കോളേജിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറേ അറ്റ്ലീസ്റ്റ് ഞാനൊക്കെ ഇപ്പോൾ ബിടെക് പഠിച്ചെങ്കിൽ പോലും ജസ്റ്റ് ടോപ്പിക്കിൻ്റെ നെയിമൊക്കെ എനിക്ക് അറിയാം, ഓർമ്മ ഉണ്ട്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ എന്താവും നമുക്ക് എല്ലാവർക്കും എല്ലാ സമയത്തും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ആ ടോപ്പിക്കുകളൊക്കെ ജസ്റ്റ് കേട്ടാലും അതെന്താണെന്ന് മനസ്സിലാക്കാനും അത് ഏതൊക്കെ തരത്തിൽ ഡിസൈൻ ഡാറ്റകൾ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള വകുപ്പുകൾ ഉണ്ടെന്നൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിലൊക്കെ, അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് ചിന്തിക്കണമെങ്കിൽ, ഇങ്ങനെയൊക്കെ ഒരു വഴികളുണ്ട് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ സ്ട്രക്ചർ സീരീസ് എന്തായാലും ചെയ്യണം. അതുപോലെ വലിയ കമ്പനിയിലോട്ട് കയറാൻ പോകുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മുടെ SPS ബാച്ചിൽ തന്നെ ഉണ്ട്, ഗൂഗിളിലോട്ടൊക്കെ ടാർഗറ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്താ വെച്ചാൽ അവിടെ ഫുള്ളി ക്വസ്റ്റ്യൻസ് കൂടുതലും ഡാറ്റ സ്ട്രക്ചറിനെ ഈ അൽഗോരിതത്തിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും എന്തുണ്ടാവുക, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വലിയ പൊസിഷനിലോട്ടും നല്ല സാലറിയിലോട്ടൊക്കെ പോകാൻ നിൽക്കുന്ന ആൾക്കാർക്കും ഇത് ഭയങ്കര ഉപയോഗമുള്ള സംഭവമാണ്. അതേപോലെ കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, അവർക്കൊക്കെ ഈ സബ്ജക്റ്റ് ക്ലിയർ ചെയ്യണമെങ്കിലും ഈ ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ അറിഞ്ഞാൽ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സീരീസ് നമ്മൾ ചെയ്യുകയാണ്. ഇനി ഇതൊരു ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ഡാറ്റേനെ അറേഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു സാധാരണ സൂപ്പർ മാർക്കറ്റ്, ഒരു സൂപ്പർ മാർക്കറ്റ് കാണും നിങ്ങൾ. ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മളിപ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കാം. അപ്പോൾ സ്റ്റോക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവന്ന് നോക്കിയല്ലോ, അവരിങ്ങനെ സ്റ്റോക്ക് എല്ലാം കൂടെ ഒരു സ്ഥലത്ത് അടുപ്പിച്ച് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു, ആൾക്കൊരു സോപ്പ് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ഡാറ്റേൻ്റെ ആ ഒരു എന്ത് ചെയ്യണം, സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് തിരഞ്ഞിട്ട് കണ്ടുപിടിക്കണം അതിൻ്റെ സോപ്പ്, ഓക്കെ സോപ്പ് ഇവിടെയാണ്. പിന്നെ ഒരാൾ വന്നിട്ട് കുറച്ച് പ്ലേറ്റ്സ് ചോദിക്കുകയാണ്. ആ പ്ലേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിലോട്ട് പോയി തിരഞ്ഞ് നോക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് വരുമ്പോൾ എടുത്ത് കൊടുക്കാനും അല്ലെങ്കിൽ എന്താ പറയുക പിന്നെ വെക്കാനൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ബുദ്ധിമുട്ടുകളാണ് ഇതെല്ലാം കൂടി അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വെക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും സൂപ്പർ മാർക്കറ്റ് നമ്മൾ എന്താ ചെയ്യാറ്, ഒരു ടൈപ്പ് ഓഫ് സംഭവങ്ങളൊക്കെ കാറ്റഗറൈസ്, ഇപ്പോൾ പ്ലേറ്റുകളെല്ലാം വേറെ സ്ഥലത്ത്, സോപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഫുഡ് ഐറ്റംസ് എല്ലാം വേറെ സ്ഥലത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. എന്തിനാണത്? എളുപ്പത്തിനാണ്, നമുക്ക് എടുക്കുന്ന ആൾക്കാർക്ക് എളുപ്പത്തിനാണ്, അവർക്കും അത് എടുത്ത് കൊടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കില്ല നമ്മൾ. ഇങ്ങനെയല്ല നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ. ഇപ്പോൾ കിച്ചണിൽ നമ്മൾ ഫുഡ് ഐറ്റംസ് വെക്കും, ഹാളിൽ നമ്മൾ വെക്കുന്ന സംഭവങ്ങളുണ്ടാവും, നമ്മൾ ബെഡ്റൂമിൽ വെക്കുന്ന സംഭവങ്ങളുണ്ടാവും. പക്ഷേ നമുക്കത് ഓർത്ത് വെക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് എടുക്കാനും പെട്ടെന്ന് പോയി ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഡാറ്റ സ്ട്രക്ചറിലും അത് തന്നെയാണ് ചെയ്യണത്. കുറേ വലിയ ഡാറ്റാസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രമേ എന്തുള്ളൂ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ആമസോൺ സൈറ്റ് ഉണ്ടാക്കിയെന്നിരിക്കുക. ആമസോൺ സൈറ്റിൽ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യണമെങ്കിൽ ഒരു 2 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ കഴിഞ്ഞിട്ട് റിസൾട്ട് കൊടുത്താൽ പോലുള്ള ആൾക്കാർക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് വരണ്ടേ. അപ്പോൾ ഈ ഡാറ്റേനെ പെട്ടെന്ന് എടുക്കണം. അതുപോലെ വേറെ എക്സാമ്പിൾ, ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർ, ഗൂഗിളിൽ സെർച്ച് ചെയ്യണം, നമ്മുടെ സിസ്റ്റത്തിലെ ഫയലും സെർച്ച് ചെയ്ത് നോക്കിയേ, ഇതിലേതാ ഫാസ്റ്റ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മൈ കമ്പ്യൂട്ടർ എടുക്കുക, എന്നിട്ട് മൈ കമ്പ്യൂട്ടർ എടുത്തിട്ട് അതിൽ മുകളിലുണ്ടല്ലോ ഫയൽ സെർച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ ഒരു ഫയൽ സെർച്ച് ചെയ്യും, നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സിൽ എവിടെയെങ്കിലും ഉള്ള ഒരു ഫയൽ സെർച്ച് ചെയ്യും. അത് കിട്ടുന്നതിനേക്കാൾ സ്പീഡിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നറിയാം? ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കോടിക്കണക്കിന് ഡാറ്റയിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതെങ്ങനെ? അതും ഇൻ്റർനെറ്റ് പോയിട്ട് തിരിച്ചു വന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ, ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ ഡാറ്റേനെ അനലൈസ് ചെയ്യും, ഡാറ്റനെ പെട്ടെന്ന് എടുക്കാനൊക്കെ ഉള്ള എല്ലാ ട്രിക്കുകളും കൂടിയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ എന്നുള്ള ടോപ്പിക്ക് കോറായിട്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ എല്ലാ വലിയ പ്രോഗ്രാംസുകൾ സോൾവ് ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ വേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ആദ്യമായിട്ട് കടക്കുന്നവരും ഇനിയിപ്പോൾ IT ഫീൽഡ് പഠിച്ച ആൾക്കാരാണെങ്കിൽ പോലും ഈ ഒരു സീരീസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രോഗ്രാമുകൾ സോൾവ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ഫ്യൂച്ചറിലൊക്കെ നിങ്ങൾ കോഡുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ യൂസ് എപ്പോഴും ഉണ്ടാവും. ഇനി ഇത്തവണ ചലഞ്ചിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എന്നാ സോനുവിനെ കൊണ്ടുവരുന്നില്ല. അതിന് പകരം പതിക്കാൻ വേറെ 4 ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അവർ നമ്മുടെ SPS സ്റ്റുഡൻസാണ്. SPS സ്റ്റുഡൻസ് അവർ വേറെ വലിയ ഗൂഗിളൊക്കെ ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കുറച്ച് പിള്ളേരുണ്ട്. നല്ല വലിയ കമ്പനീസ് ടാർഗറ്റ് ചെയ്ത് നല്ല സാലറി പാക്കേജ് ടാർഗറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ ഇതിൽ കുറേ ദിവസമായിട്ട് റിസർച്ചിലും കുറേ രീതിയിൽ പഠിത്തത്തിലുമാണ്. എന്താ ഇവരാണ് എന്നോട് പറയണത് നമുക്ക് ചെയ്യാം കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ ഓക്കെ അവരെ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് ഒന്ന് ആലോചിച്ചു. അപ്പോൾ അവരെ വെച്ചിട്ട് 4 പേരോളം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 4 പേരും വെച്ചിട്ട് 4 പേര് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് സീരീസ് തുടങ്ങുമ്പോൾ ഞാൻ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, തമാശകളൊക്കെ നമുക്ക് പറയാം.
അപ്പോൾ എല്ലാവരും പരിചയപ്പെടാം. അപ്പോൾ ഈ 4 പേരെയും വെച്ചിട്ടായിരിക്കും, 4 പേരെന്ന് വെച്ചാൽ ഒരുമിച്ചല്ല, ഓരോരുത്തരായിട്ട് ഇരുന്ന് നമ്മൾ ഓരോരോ ടോപ്പിക്കുകൾ ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്ത് കഥകളൊക്കെ പ്ലാൻ ചെയ്ത് കവർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ, വെച്ചാൽ കോളേജ് പഠിക്കുന്ന ഒരു മോഡലായിരിക്കില്ല, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഞങ്ങൾ ഡിസൈൻ ചെയ്ത് തരുന്നത്. അപ്പോൾ ആ ഒരു ചാൻസ് നന്നായിട്ട് യൂസ് ചെയ്യാം. നമ്മളിതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്കുകളെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്, ബേസിക്കായിട്ട് ഇൻട്രൊഡക്ഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കോംപ്ലക്സിറ്റി അനാലിസിസ്, അതായത് സ്പേസ് കോംപ്ലക്സിറ്റി, അതേപോലെ ടൈം കോംപ്ലക്സിറ്റി എന്ന കാര്യങ്ങളുണ്ട്. അതായത് സ്പേസ് എത്രത്തോളം യൂസ് ചെയ്യും ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാം. അതുപോലെ ടൈം കോംപ്ലക്സിറ്റി, അതായത് എത്രത്തോളം ടൈം എടുക്കും ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യണമെങ്കിൽ അത് എത്രത്തോളം ഈസി ആക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ടൈം കോംപ്ലക്സിറ്റി ചെയ്യുന്നത്. പിന്നെ മെമ്മറി എന്ന് വെച്ചാൽ മെമ്മറി എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യണത്, എങ്ങനെയാണ് ഇപ്പോൾ ഓരോ വേരിയബിളൊക്കെ നമ്മളിപ്പോൾ ഇൻഡ് ഫ്ലോട്ട് എന്നൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് ഇതിൽ കമ്പ്യൂട്ടറിൽ ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എത്രത്തോളം ബിറ്റ് എടുക്കുന്നുണ്ട്, എത്രത്തോളം ബൈറ്റ് എടുക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കും നമ്മൾ മെമ്മറി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ. അടുത്തത് നമ്മൾ പറഞ്ഞ ഈ സ്പേസും ടൈമും അനാലിസിസ് ഉണ്ടല്ലോ, അതിന് ബിഗ് ഓ നൊട്ടേഷൻ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതികളും കാര്യങ്ങളും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് പുറമെ അതിൽ ലോഗരിതം, നമ്മൾ ലോഗൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ലോഗ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ പലർക്കും അത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ അതും കൂടി കവർ ചെയ്യുന്നുണ്ട്. മാത്തമാറ്റിക്സിൽ എങ്ങനെയാണ് ലോഗ് എൻ എങ്ങനെ കാണുന്നത്, അതും കൂടി കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇതിലോട്ട് അത് പഠിക്കുക. പിന്നെ ഡാറ്റ സ്ട്രക്ചർ ഫോമുകളായിട്ടുള്ള അറ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അറയുടെ കാര്യങ്ങൾ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ലിങ്ക്ഡ് ലിസ്റ്റ് എങ്ങനെയാണ്, അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കും. പിന്നെ സ്റ്റാക്ക്, ക്യൂ, ഈ ടോപ്പിക്കുകളെ കുറിച്ചൊക്കെ കവർ ചെയ്യും. പിന്നെ സ്ട്രിങ് എന്താണ്, ഹാഷ് ടേബിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, അതേപോലെ ഗ്രാഫ്, ട്രീ. ഇപ്പോൾ ഈ പേരൊന്നും കേട്ട് പഠിക്കേണ്ട, ഈ പേരുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കഥ പോലെ നമ്മൾ പറയും. അതിനൊക്കെ ബേസ് ചെയ്തുള്ള എക്സാമ്പിൾസ് പറയും, അതിനൊക്കെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യും. ഏകദേശം 14ഓളം പ്രോഗ്രാമുകളാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ. അതെല്ലാം കൂടി കഴിയുമ്പോൾ നല്ലൊരു ഡാറ്റ സ്ട്രക്ചർ പുലിയായിട്ട് മാറുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ടോപ്പിക്കുകൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിനുള്ളിലോട്ട് കുറേ കാര്യങ്ങളുണ്ട്, അതിന് ബേസിലുള്ള പ്രോഗ്രാമുകളുണ്ട്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ ബേസിക് കോഡിങ്, നമ്മുടെ 100K കോഡിങ് ചലഞ്ച് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സിയുടെയും ആ ഒരു ജാവയുടെയും വീഡിയോസ് ഉണ്ടല്ലോ, അത് കവർ ചെയ്തിട്ട് വേണം ഈ ഒരു സീരീസിലോട്ട് വരാനും. ബേസിക് കോഡിങ് അറിയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ബേസിക് കോഡിങ് അറിയുന്ന ഒരാളാണെങ്കിൽ പ്രോബ്ലം ഇല്ല. അപ്പോൾ ആ ഒരു നോളേജുമായിട്ട് വേണം ഇതിന് വന്നിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാം. ഇതുപോലുള്ള വലിയ ഡാറ്റ സ്ട്രക്ചർ ഡിസൈൻസ് നമുക്ക് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ ചലഞ്ചും പോലെ തന്നെ നമ്മൾ ഈ ചലഞ്ചിൻ്റെ വീഡിയോസ് ഇറക്കുന്ന ദിവസം അതിനെക്കുറിച്ചുള്ള ഡൗട്ട് തീർക്കാൻ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു 1 hour ഫ്രീ സപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഈ ടെക്കീസ് എല്ലാം കൂടി ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് സപ്പോർട്ട് തരും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. ആ ഗ്രൂപ്പ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസത്തെ ആ വീഡിയോയുടെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ഒരു സീരീസ് നടക്കുന്ന സമയത്ത് ഒരു ഡെയിലി 1 hour ഫ്രീ സപ്പോർട്ട് എല്ലാവർക്കും കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം, ഓഡിയോ മെസ്സേജായിട്ട് ചോദിക്കാം, മലയാളത്തിൽ തന്നെ ചോദിച്ചാൽ മതി, അതിന് തിരിച്ച് റിപ്ലൈ തരും. നമ്മുടെ ടീം എല്ലാവരും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് യൂസ് ചെയ്യുക എല്ലാവരും. അതിന് പുറമെ പിന്നെ ഈ സീരീസ് കഴിഞ്ഞിട്ട് വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അതായത് സീരീസിൻ്റെ ഡേ കഴിഞ്ഞു അല്ലെങ്കിൽ അന്ന് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് ഉണ്ട്. എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എടുക്കാൻ നോക്കുക. അതിൻ്റെ ലിങ്കും അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എടുക്കുക. എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് 24/7 ആണ്. ഏത് സമയത്ത് നിങ്ങൾക്ക് എന്താണ് സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ദിവസം മാത്രമല്ല, ഈ സീരീസ് കഴിഞ്ഞിട്ട് ഒരു 6 മാസമോ 1 year 2 year കഴിഞ്ഞ് നമ്മുടെ ചാനൽ എപ്പോഴൊക്കെ ഇവിടെ ഉണ്ടോ ആ കാലത്തൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും. അപ്പോൾ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളും ഗ്രോ ചെയ്യുക. ഇതിനൊക്കെ പുറമെ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നമ്പറിലോട്ട് നിങ്ങളെ പേരും നിങ്ങളുടെ പ്ലേസും കൂടി നിങ്ങൾ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, SMS അല്ല വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നമ്പർ നമ്മൾ ആഡ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മുടെ ചാനലിൽ വരുന്ന വെറൈറ്റി ഇങ്ങനത്തെ സീരീസും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജായിട്ട് നമ്മൾ ഷെയർ ചെയ്ത് തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്റ്റ് നിങ്ങൾ സേവ് ചെയ്യുക, എന്നിട്ട് അതിലോട്ട് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുക. എല്ലാം കഴിയുമ്പോൾ ദിൽഷാദ് ചോദിക്കുക നിങ്ങൾ എന്നാ തുടങ്ങുന്നത് പറഞ്ഞു അത് അതും മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഫെബ്രുവരി 1st വീക്ക് തന്നെ നമ്മൾ റിലീസ് ചെയ്യും. അപ്പോൾ ഫെബ്രുവരി 1-ാം തീയതി തന്നെ റിലീസ് ചെയ്യണം എന്നുള്ള പ്ലാനിലാണ്. 1-ാം തീയതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എത്ര വീഡിയോ സീരീസുകളാവും എന്നുള്ളത് ഇതിൻ്റെ ഒരു രീതി അനുസരിച്ച് പറയാൻ പറ്റില്ല. മിനിമം ഒരു 15 വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ ഏകദേശം ഫെബ്രുവരി മന്ത് ഏകദേശം നമ്മൾ കവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഈ സീരീസ് കൊണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ അതിന് ബേസായിട്ട് വീണ്ടും പ്രോഗ്രാംസ് അതിനിടയിലൂടെ ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആഡ് ചെയ്യാനൊക്കെ നോക്കും. കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് നല്ല ഡീപ്പായിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമായിരിക്കും.
അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. ഫെബ്രുവരി മന്ത് മൊത്തം ഡാറ്റാ സ്ട്രക്ചർ ഡിസൈനിന് വേണ്ടി മാറ്റി വയ്ക്കുക. ഇനിയിപ്പോൾ വേറെ പ്ലാറ്റ്ഫോമുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ പൈത്തൺ, ജാങ്കോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ മനസ്സിലാക്കുക ഇത് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പോൾ മൊബൈൽ ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, വെബ് ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, ഏതിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പഠിക്കുക, ഇതിനു വേണ്ടി പഠിക്കുക, സമയം കണ്ടെത്തുക. ഇതിൻ്റെ യൂസ് നിങ്ങൾ ഓരോ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ SPS 4 കിടിലം പുലികളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫെബ്രുവരി മന്തിൽ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡാറ്റാ സ്ട്രക്ചർ ചലഞ്ചുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫെബ്രുവരിയിൽ ഇരിക്കാം.